ശ്രീ ടി ആർ അജയൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി ആർ അജയൻ, ഇപ്പോൾ ശ്രീ എൻ കൃഷ്ണദാസ് സംസാരിച്ചു, പാലക്കാടേക്ക് വന്നാൽ നിങ്ങളെ രണ്ടാളെയും കാണാതെ പോകാറില്ല പി ജയചന്ദ്രൻ എന്ന് പറയുന്നതും പാലക്കാട് സ്വർലയുമായിട്ടുള്ള ബന്ധം. പി ജയചന്ദ്രൻ എന്ന് പറയുന്ന മഹാഗായകൻ, ഭാവഗായകൻ മലയാള സിനിമാ ഗാനത്തിനാവട്ടെ, ഗാനശാഖയ്ക്കാകെയാകട്ടെ സംഭാവനകൾ ചെയ്ത ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലില്ലേ വിടവാങ്ങുമ്പോൾ? തീർച്ചയായും അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടും സ്വർലയുമായിട്ടും വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരു മഹാഗായകനായിരുന്നു. മാത്രമല്ല, സ്വർലയുടെ പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്നായ കലാമണ്ഡലം രാമൻകുട്ടി നായർ സ്വർലയ അവാർഡ് അദ്ദേഹത്തിന് നേരത്തെ നൽകിയിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനായിരുന്ന MS വിശ്വനാഥന്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകം പാലക്കാട് ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതെ, അതിപ്പോ എൻ കൃഷ്ണ സൂചിപ്പിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹം ചീഫ് മിനിസ്റ്ററോട് ആവശ്യപ്പെട്ട ഏക കാര്യം അതായിരുന്നു. അതായത് MS വിശ്വനാഥന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടിയുള്ള തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്ത ബഡ്ജറ്റിൽ തന്നെ 50 ലക്ഷം രൂപ അതിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. എലപ്പുള്ളിയിലുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്നായിരുന്നു എന്ന്. ആ സ്ഥലത്തിന്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ് അത് നടക്കാതെ പോയത്. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായിട്ട് കത്തുകൾ അയക്കുമായിരുന്നു, പ്രഷർ ചെലുത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഫലമാകാത്ത ആഗ്രഹങ്ങളിൽ ഒന്നായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ MSVയുടെ സ്മരണയ്ക്കായിട്ട് അദ്ദേഹം ഒരു സ്മാരക സമിതി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊരു സ്മാരക സമിതി ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ട് സ്വർലയോടൊപ്പം ചേർന്നുകൊണ്ട് പാലക്കാട്ട് നടത്തിയിരുന്നു. അന്ന് ആ സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് P സുശീലയായിരുന്നു. P ജയചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു അത് നടത്തിയിരുന്നത്. അന്ന് അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗായകരെല്ലാവരും, ഒപ്പം MSVയുടെ ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗായകരും ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ സംഘാടക ശക്തിക്ക് കൂടെയുള്ള ഒരു നിദാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വർലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടേറെ പരിപാടികളിൽ ഇവിടെ വന്ന് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ എപ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് അദ്ദേഹം സഹായിക്കുമായിരുന്നു. പാലക്കാട് സ്വരലയ്ക്കും ഒരു കാലത്തും മറക്കാനാവാത്ത ഒരു അത്രമേൽ ആത്മബന്ധം സ്വരലയുമായി പുലർത്തിയ ഭാവഗായകൻ അല്ലെങ്കിൽ മഹാഗായകനാണ് അദ്ദേഹം, അല്ലേ ശ്രീ? അതെ, ഒരു സംശയവുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രധാന പാട്ടുകളെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ, ഞങ്ങൾ ഉണ്ണിമേനോന്റെ 33-ാം വർഷത്തെ ഇത് ഇവിടെ വലിയ 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ നടത്തിയപ്പോ യേശുദാസിനോടൊപ്പം അതേ വേദിയിൽ വരികയും പ്രഗത്ഭരോടൊപ്പം പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത്, ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒരിക്കലും സാമ്പത്തികമായ നേട്ടം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം.